ഹായ് ഹോൾ, എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും എഡ്യൂട്ടൈൻമെൻറ്റ് ഹബിലേക്ക് സ്വാഗതം. 4ാം ക്ലാസ് കുട്ടികളുടെ LSX എക്സാമുമായി ബന്ധപ്പെട്ടുള്ള ഗണിതത്തിലെ പാഠങ്ങളാണ് നമ്മളിവിടെ നോക്കുന്നത്. ആദ്യ ചാപ്റ്റർ ആയിട്ടുള്ള വരകൾ, രൂപങ്ങൾ എന്ന പാഠത്തിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോയാലോ? അപ്പോൾ നമ്മുടെ വരകൾ, രൂപങ്ങൾ എന്നുള്ള ചാപ്റ്ററിൽ ഉള്ള രൂപങ്ങളൊക്കെ നമുക്ക് പരിചയപ്പെട്ടാലോ? ത്രികോണം, ചതുരം, സമചതുരം, വൃത്തം, വൃത്തസ്തൂപിക, ചതുരക്കട്ട, സമചതുരക്കട്ട, ഗോളം, സമചതുരസ്തൂപിക, അതുപോലെ ഇത് സാമാന്തരികമാണ്. അപ്പം നമ്മൾ ഈ ചാപ്റ്ററിൽ ഇതിൽ ഓരോന്നിനെ കുറിച്ച് നമുക്ക് ഇനി എന്ത് ചെയ്യാം നോക്കാം. ത്രികോണത്തെക്കുറിച്ചും ചതുരത്തെക്കുറിച്ചും സമചതുരത്തെക്കുറിച്ചും വൃത്തത്തെക്കുറിച്ചൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഈ ക്ലാസ്സിലൂടെ നമുക്ക് നോക്കാം. അപ്പോൾ ത്രികോണത്തിന് 3 മൂലകളും 3 വശങ്ങളാണുള്ളത്. 3 വശങ്ങളുള്ള അടഞ്ഞ രൂപത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ത്രികോണം എന്ന് പറയുന്നത്. അതുപോലെ 3 മൂലകളും ഉണ്ടായിരിക്കും. ഇതിന്റെ എല്ലാ ഭാഗങ്ങളും ക്ലോസ്ഡ് ആണെന്നാണ് അടഞ്ഞ രൂപം എന്ന് പറയുന്നത്. ഓക്കെ, 3 മൂലകളും 3 വശങ്ങളുമുള്ള രൂപത്തെയാണ് അപ്പൊ നമ്മൾ എന്ത് പറയുന്നത്? ത്രികോണം എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമുക്ക് ചതുരത്തെ കുറിച്ച് പറയാം. ചതുരത്തെ കുറിച്ച് നമുക്ക് നോക്കിയാലോ? കൂട്ടുകാരെ, നമ്മൾ ഇനി പറയുന്നത് ചതുരം അല്ലെ? ചതുരത്തിന്റെ പ്രത്യേകതകൾ നമുക്ക് നോക്കാം. 4 വശങ്ങളും 4 മൂലകളുമുള്ള രൂപമാണ് ചതുരം. അപ്പൊ നോക്കിയാലോ, 4 വശങ്ങളും 4 മൂലകളുമുള്ള രൂപമാണ് ചതുരം എന്നാ പറയുന്നത്. അപ്പം 4 വശങ്ങൾ കണ്ടോ, 1, 2, 3, 4 വശങ്ങളുണ്ട് ചതുരത്തിന്. 4 മൂലകൾ എന്ന് പറയുന്നത് 1, 2, 3, 4, അങ്ങനെ 4 മൂലകളും ഉള്ള ഒരു വശമാണ് ചതുരം. എതിർവശങ്ങൾ തുല്യമായിരിക്കും. ചതുരത്തിന്റെ എതിർവശങ്ങൾ എപ്പോഴും എന്തായിരിക്കും? തുല്യമായിരിക്കും. ഈ വശവും ഈ വശത്തും തുല്യമായിരിക്കും. ഈ വശത്തിന് ഈ വശവും എപ്പോഴും എന്തായിരിക്കും? തുല്യമായിരിക്കും. ഇതിന്റെ എതിർവശമാണിത്, ഇതിന്റെ എതിർവശമാണിത്. ഇത് എപ്പോഴും എന്തായിരിക്കും? തുല്യമായിരിക്കും ചതുരത്തിൻ്റെത്. അതുപോലെ ഇവിടെ 10 സെന്റിമീറ്റർ ആണെങ്കിൽ ഇവിടെയും 10 സെന്റിമീറ്റർ ആയിരിക്കും. ഇവിടെ 8 സെന്റിമീറ്റർ ആണെങ്കിലോ ഇവിടെയും 8 സെന്റിമീറ്റർ ആയിരിക്കും. ഇവിടെ 5 സെന്റിമീറ്റർ ആണെങ്കിൽ ഇവിടെയും 5 സെന്റിമീറ്റർ ആയിരിക്കും. ഇവിടെ 2 സെന്റിമീറ്റർ ആണെങ്കിൽ ഇവിടെ 2 സെന്റിമീറ്റർ ആയിരിക്കും. എതിർവശങ്ങൾ തുല്യമായിരിക്കും. അതുപോലെ അടുത്തൊരു പോയിന്റ് ആണ് എല്ലാ മൂലകളും തുല്യ അളവ്. ചതുരത്തിന്റെ എല്ലാ മൂലകളും എന്താണ്? തുല്യ അളവാണ്. ഇവിടെ ഒരു മൂലയുണ്ട്, ഇവിടെ ഒരു മൂല, ഇവിടെ ഒരു മൂലയുണ്ട്, ഇവിടെ ഒരു മൂലയുണ്ട്. ഇതെല്ലാം തുല്യ അളവാണ്. 90 ഡിഗ്രിയാണ് ചതുരത്തിന്റെ മൂലകളുടെ അളവ് വരുന്നത്. ഓക്കെ, അതുപോലെ നമ്മൾ പ്രധാനപ്പെട്ട ചതുരത്തിന്റെ ഒരു പോയിന്റ് ആണ് എന്ത്? അടുത്തടുത്തുള്ള വശങ്ങൾ കുത്തനെ ആയിരിക്കും. അടുത്തടുത്തുള്ള വശങ്ങൾ എങ്ങനെയായിരിക്കും? കുത്തനെ ആയിരിക്കും. ഇപ്പൊ കണ്ടോ, ഇതിന് നേരെ, ഈ വശത്തിന് നേരെ കുത്തനെയാണ് ഈ വശം. ഇതിന്റെ അടുത്തുള്ള വശമാണ് ഇത്. ഇതിന്റെ അടുത്തുള്ള വശം ഈ വശം, ഇതിന്റെ അടുത്തുള്ള വശം കുത്തനെയാണല്ലോ. ഇതിന്റെ അടുത്തുള്ള വശമാണ് ഇത്, ഇതിന്റെ അടുത്തുള്ള വശമാണ് ഇത്, നേരെയാണ് വരുന്നത്. ഇപ്പൊ നമുക്ക് നോക്കിയേ, ഇപ്പം ഇങ്ങനെ ചെരിഞ്ഞു വരികയാണെങ്കിൽ, ചെരിഞ്ഞു വരുന്ന രൂപമുണ്ട് അല്ലെ? അത് നമ്മൾ പറയുന്ന പേരാണ് എന്ത്? സാമാന്തരികം എന്ന് പറയുന്നത്. ചതുരാണോ? ഇല്ല, ഇതിന്റെ 2 എതിർവശങ്ങൾ തുല്യമാണ്. പക്ഷെ എന്തല്ല, മൂലകളുടെ അളവുകള് തുല്യമല്ല. അതുപോലെ വശങ്ങൾ കുത്തനെയും അല്ല. അതുകൊണ്ട് ഇതെന്തല്ല? ചതുരം അല്ല. ഇതാണ് ചതുരമായിട്ട് വരിക അല്ലെ? മനസ്സിലായില്ലേ? 4 വശങ്ങളുണ്ട്, 4 മൂലകളുണ്ട്. എതിർവശങ്ങൾ തുല്യമായിരിക്കും. എല്ലാ മൂലകളും തുല്യ അളവാണ്. അടുത്തടുത്തുള്ള വശങ്ങൾ കുത്തനെയായിരിക്കും. കണ്ടോ, ഇങ്ങനെ എൽ ഷേപ്പ് ആയിരിക്കും ഉണ്ടാവുക. എപ്പോഴും എല്ലാ മൂലകൾക്കും എൽ ഷേപ്പ് ആയിരിക്കും ഉണ്ടാവുക. നമ്മള് എൽ ഇടുന്ന ഷേപ്പില്ലേ, എല്ലാ മൂലകൾക്കും എൽ ഷേപ്പ് ആയിരിക്കും അപ്പം ഉണ്ടാവുക. മനസ്സിലായോ? കൂട്ടുകാരെ, അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് സമചതുരത്തെ കുറിച്ചാണല്ലോ. നോക്കിയേ, 4 വശങ്ങളും തുല്യം, 4 മൂലകളും തുല്യമായിരിക്കും അല്ലെ? സമചതുരത്തിന്റെ ഈ 4 വശങ്ങളും എന്തായിരിക്കും? തുല്യമായിരിക്കും, ഒരേ അളവായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇവിടെ ഇപ്പോൾ ഒരു 8 സെന്റിമീറ്റർ ആണെങ്കിൽ ഇവിടെ 8 സെന്റിമീറ്റർ ആയിരിക്കും, ഇവിടെയും 8 സെന്റിമീറ്റർ ആയിരിക്കും, ഇവിടെയും 8 സെന്റിമീറ്റർ ആയിരിക്കും. അതാണ് സമചതുരത്തിന്റെ പ്രത്യേകത. എല്ലാ വശവും എന്താണ്? തുല്യമാണ്. ഓക്കെ, ചതുരത്തിന് നമ്മൾ എതിർവശങ്ങൾ തുല്യമായിരിക്കും എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ സമചതുരത്തിൽ 4 വശങ്ങളും തുല്യമായിരിക്കും. അതാണ് സമചതുരം എന്ന് പറയുന്നത്. അപ്പൊ മക്കളെ, നമ്മൾ അടുത്തത് നോക്കുന്നത് വട്ടമാണ്. വട്ടം അല്ലെങ്കിൽ വൃത്തം. വട്ടം എന്നും പറയും, വൃത്തം എന്ന് പറയും. ഈ വൃത്തത്തിന്റെ നോക്കി, വശങ്ങളും മൂലകളും ഇല്ലാത്ത അടഞ്ഞ രൂപമാണ് വൃത്തം എന്ന് പറയുന്നത്. വശങ്ങളില്ല, അതിനില്ലേ വശങ്ങളൊന്നും ഇല്ലല്ലോ. അതുപോലെ മൂലകളും ഇല്ല, ഒരു കോൺസോ കാര്യങ്ങളൊന്നും ഇല്ല. അങ്ങനെ ഇല്ലാത്ത ഒരു അടഞ്ഞ രൂപമാണ് ഒരു
വൃത്തം എന്ന് പറയുന്നത്. വൃത്തത്തിന്റെ കേന്ദ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മദ്യം ഇല്ലേ, മദ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ സെൻട്രൽ പോയിന്റ്, ഒരു വൃത്തത്തിന്റെ സെൻട്രൽ പോയിന്റിൽ നിന്നും എല്ലാ ബിന്ദുവിലേക്കുമുള്ള അകലം തുല്യമായിരിക്കും. വൃത്തത്തിന്റെ മധ്യത്തിൽ നിന്ന് സെന്ററിൽ നിന്ന് എല്ലാ ഭാഗത്തേക്കും എന്തായിരിക്കും, ഒരേ അളവായിരിക്കും. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഈ വൃത്തത്തിന്റെ ഇവിടെ നിന്ന് ഇവിടേക്ക് ഒരു വര വരക്കുകയാണെങ്കിൽ, നമ്മൾ ഇങ്ങനെ ഒരു വര വരക്കുകയാണെങ്കിൽ അത് 10 സെന്റിമീറ്റർ ആണെന്ന് വിചാരിച്ച എല്ലാവരും അങ്ങനെ ഒരു വര വരക്കുമ്പോൾ 10 സെന്റിമീറ്റർ ആണെന്ന് വിചാരിച്ചോ, അതേ അളവ് തന്നെ, അതേ 10 സെന്റിമീറ്റർ തന്നെ ആയിരിക്കും ഇതിന്റെ ഏത് ഭാഗത്തേക്ക് ഒരു വര വരച്ചിട്ട് നമ്മൾ അളന്നു നോക്കിയാലും അതിന്റെ സെന്റിമീറ്റർ അതേ അളവായിരിക്കും. അതാ പറഞ്ഞത്, കേന്ദ്ര ബിന്ദുവിൽ നിന്നും എങ്ങോട്ട് വര വരച്ചാലും അത് എന്തായിരിക്കും, തുല്യ അളവായിരിക്കും. ഓക്കെ, മനസ്സിലായല്ലോ. അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് സമചതുരക്കട്ടയെ കുറിച്ചാണ്. സമചതുരക്കട്ടകളെ കുറിച്ച് പറയുമ്പോൾ നോക്കിയേ, 6 വശങ്ങളും 8 മൂലകളും ഉണ്ടായിരിക്കും. നമ്മൾ ക്യൂബ് കണ്ടിട്ടില്ലേ, നമ്മളിങ്ങനെ തിരിച്ച് കളറൊക്കെ സെറ്റ് ചെയ്യുന്ന ക്യൂബ്, അതുപോലെ നമ്മൾ ഇടുന്ന ഡൈസ്, ഇതൊക്കെ സമചതുരക്കട്ടകൾ. അതിനൊക്കെ 6 എണ്ണല്ലേ ഉള്ളത്. അപ്പൊ 6 വശങ്ങളും 8 മൂലകളും ആയിരിക്കും എന്തിനുണ്ടാവുക, സമചതുരക്കട്ടയ്ക്ക് ഉണ്ടാവുക. അതുപോലെ 12 വക്കുകളുള്ള ത്രിമാന രൂപമാണ്. എന്ത് ത്രിമാന രൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ത്രിമാന രൂപമാണ് 3D ഇമേജ് അല്ലെ, നമുക്ക് എല്ലാ ഭാഗവും കാണാൻ കഴിയുമ്പോൾ 3D ഇമേജ് എന്ന് പറയും ത്രിമാന രൂപം. സമചതുരത്തിന്റെ ത്രിമാന രൂപമാണ് സമചതുരക്കട്ട. അപ്പൊ സമചതുരത്തിന്റെ ഒരു ത്രിമാന രൂപമാണ് എന്ത്, സമചതുരക്കട്ട എന്ന് പറയുന്നത്. അപ്പൊ എത്ര വശങ്ങൾ ഉണ്ടാവും എന്ന് പറയുന്നത് നോക്കിയേ, ഇതിപ്പം ഒരു ബോക്സ് ആണ്, അല്ലെങ്കിൽ സമചതുരത്തിന്റെ അല്ലെങ്കിലും ഒരു ബോക്സ് ആണ് ഇത്. ഇതിന് എത്ര വശങ്ങളുണ്ട് നോക്കിയേ, 1 2 3 4 5 6 വശങ്ങളല്ലേ. അപ്പൊ നോക്കി 6 വശങ്ങൾ ഉണ്ടായിരിക്കും, 8 മൂലകൾ ഉണ്ടായിരിക്കും. 1 2 3 4 5 6 7 8 മൂലകളായിരിക്കും ഉണ്ടാവുക. പിന്നെ പറയുന്നത് എന്താ, 12 വക്കുകൾ, 1 2 3 4 5 6 7 8 9 10 11 12. ഇങ്ങനെയാണ് സമചതുരക്കട്ടയുടെ ഇതിലുള്ളത്. നോക്കിയേ, 6 വശങ്ങൾ ഉണ്ടായിരിക്കും, 8 മൂലകൾ ഉണ്ടായിരിക്കും, 12 വക്കുകൾ ഉണ്ടായിരിക്കും. അങ്ങനെയൊക്കെയുള്ള ഒരു ത്രിമാന രൂപമാണ് എന്ത്, സമചതുരക്കട്ട എന്ന് പറയുന്നത്. സമചതുരത്തിന്റെ ത്രിമാന രൂപമാണെന്ത്, സമചതുരക്കട്ട. അടുത്തത് ചതുരക്കട്ടയെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് അല്ലെ. നമ്മുടെ ചതുരക്കട്ട, നമ്മുടെ ഇഷ്ടിക ഒക്കെ കണ്ടിട്ടില്ലേ, ഇഷ്ടിക, കല്ല്, ഓളോബിക്സ്, അങ്ങനത്തെ കട്ടകൾ, അതുപോലെ നമ്മുടെ ബോക്സുകൾ, മക്കളുടെ കയ്യിലൊക്കെ നല്ല നല്ല ബോക്സുകളില്ലേ, അങ്ങനത്തെ ബോക്സുകൾ, ഇതൊക്കെ ചതുരക്കട്ടകളായിട്ടാണ് വരാറുള്ളത്. നോക്കിയേ, 6 വശങ്ങൾ ഉണ്ടായിരിക്കും അല്ലെ. നമ്മൾ നേരത്തെ സമചതുരക്കട്ട പറഞ്ഞ അതേപോലെ തന്നെയാണ് ഇതിന്റെ 6 വശങ്ങൾ ഉണ്ടായിരിക്കും, 8 മൂലകൾ ഉണ്ടായിരിക്കും, 12 വക്കുകൾ ഉണ്ടായിരിക്കുന്ന ഒരു ത്രിമാന രൂപം തന്നെയാണ് ഏതും, സമചതുരക്കട്ടയും. ചതുരക്കട്ടയും സമചതുരക്കട്ടയും തമ്മിലുള്ള മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, സമചതുരക്കട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സമചതുരത്തിന്റെ ഒരു ത്രിമാന രൂപമാണ്. ചതുരക്കട്ട എന്ന് പറഞ്ഞാല് ചതുരത്തിന്റെ ത്രിമാന രൂപമാണ്. ഇതാണ് സമചതുരക്കട്ടയും ചതുരക്കട്ടയും തമ്മിലുള്ള മാറ്റം. നമുക്ക് ലാസ്റ്റ് കുറച്ച് സാധനം കൂടി നോക്കാം അല്ലെ. ഗോളം. ഗോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ വൃത്തത്തിന്റെ ഒരു ത്രിമാന രൂപമാണെന്ത്, ഗോളം എന്ന് പറഞ്ഞാൽ നമ്മൾ വൃത്തത്തിന്റെ ഒക്കെ ത്രിമാന രൂപമാണെന്ത്, ഗോളം അല്ലെ. നമ്മള് ബോള്, അതുപോലെ ഗ്ലോബ്, ഇതൊക്കെ ഗോളത്തിൽ വരുന്ന, ഇതിന് വേറെ വശങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല, ഒരു ഭാഗം മാത്രമേ നമുക്ക് എപ്പോഴും എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, കാണാൻ കഴിയുള്ളൂ. അതുപോലെ ഒന്നാണ് വൃത്തസ്തൂപിക. വൃത്തസ്തൂപിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് കോണ് എന്ന് പറയും അല്ലെ. നമ്മൾ ഫുട്ബോൾ കളിക്കുമ്പോൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി വെക്കുന്ന കോണ്, അല്ലെങ്കിൽ നമ്മൾ ഐസ്ക്രീമൊക്കെ, കോൺ ഐസ്ക്രീം ഒക്കെ അല്ലേ, അതുപോലത്തെ കോണ്, അതൊക്കെ വൃത്തസ്തൂപികയിൽ വരുന്നതാണ് അല്ലെ. അടിഭാഗം വൃത്തമായിരിക്കും, അവിടുന്ന് മേലോട്ടൊരു സാധനം ഇങ്ങനെ ഉണ്ടാകും, അതാണ് വൃത്തസ്തൂപിക. അതുപോലെ ചതുരസ്തൂപിക. ചതുരസ്തൂപിക എന്ന് പറഞ്ഞാല് സമചതുരസ്തൂപികയുണ്ട്, ചതുരസ്തൂപികയുണ്ട്. ഇത് രണ്ടെന്ന് വെച്ചാൽ ഒരു അടിഭാഗം, ചതുരത്തിന്റെ ഒരു അടിഭാഗത്ത് നിന്ന് 4 കോണുകളായിട്ട് ഇങ്ങനെ വരും അല്ലെ. ഇത് കണ്ടോ, ഇങ്ങനെ 4 കോണുകളായിട്ട് ഇവിടെ ഒരു ശീർഷകത്തിലേക്ക് വന്ന് ഇവിടെ നിൽക്കും അല്ലെ. ഇങ്ങനെ ഒരു ശീർഷകത്തിലേക്ക് വന്ന് മുട്ടി നിൽക്കുന്നതിനാണ് നമ്മൾ എന്താ പറയാ, സമചതുര സ്തൂപിക എന്ന് പറയാം. ഇതിന് 5 വശങ്ങളായിരിക്കും ഉണ്ടാവുക, 5 വശങ്ങളായിരിക്കും ഉണ്ടാവുക. അടിയിലൊരു വശം, പിന്നെ 4 വശമായിട്ട് ഇങ്ങനെ ഇതായിട്ട് വരുന്ന, അങ്ങനെ 5 വശങ്ങളായിരിക്കും ഉണ്ടാവുക. അപ്പം ഇത് ഗോളം, വൃത്തസ്തൂപിക, ചതുരസ്തൂപിക. ഇത്രയും കാര്യങ്ങളെ ശ്രദ്ധിച്ചു നോക്കിയേ. ഇത് ചതുരാണോ? ചതുരല്ലേ, എന്തോ ഒരു മാറ്റമുണ്ട്, ചെരിഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പൊ ചതുരല്ല നമുക്ക് മനസ്സിലായി. നോക്കിയേ, 4 വശങ്ങളും 4 മൂലകളുമുള്ള അടഞ്ഞ രൂപമാണ്. നമുക്ക് ചതുരത്തിന്റെയും പ്രത്യേകത തന്നെയാണ് അല്ലെ. പിന്നെ നോക്കിയേ, എതിർവശങ്ങൾ സമാന്തരവും തുല്യ അളവും ആയിരിക്കും. അതും ചതുരത്തിന്റെ പ്രത്യേകത തന്നെയാണ് അല്ലെ. എതിർവശങ്ങൾ എന്താണ്, ഒരേ അളവായിരിക്കും. ഈ അളവും ഈ പോകുന്ന അളവും എന്തായിരിക്കും, ചതുരത്തിൻ്റെത് ഒരേപോലെയാണ്. എതിർവശങ്ങൾ തുല്യവുമാണ്.
പക്ഷേ 4 മൂലകൾ എന്തല്ല, തുല്യമല്ല. അല്ലെ? സാമാന്തരികത്തിന് 4 മൂലകൾ തുല്യമല്ല. ഈ മൂലയും തുല്യമായിരിക്കും, ഈ മൂലയും തുല്യമായിരിക്കും. പക്ഷെ 4 മൂലകളും എന്തല്ല, സാമാന്തരികത്തില് തുല്യമല്ല. പിന്നെ ചതുരത്തിനുള്ള ഒരു മാറ്റം എന്താ, ചതുരത്തിന് നേരെയാണെങ്കിൽ അത് ചതുരമായേനെ അല്ലെ. നേരെ കറക്റ്റ് നേരെയാണെങ്കിൽ എന്താവും, 2 ഭാഗം നേരെയാണെങ്കിൽ ചതുരം തന്നെ. പക്ഷെ ചെരിഞ്ഞിട്ടാണ്, അതുകൊണ്ട് നമ്മൾ ഇതിനെ പറയുന്ന പേരാണ് എന്ത്, സമാന്തരികം. ഓക്കെ, നോക്കിയേ ഇനി നമ്മൾ എന്താ പറയുന്നത്, ടാൻഗ്രാമിനെ കുറിച്ചാണ്. നോക്കിയേ, ഒരു സമചതുരത്തിൽ നിന്ന് നിശ്ചിത രീതിയിൽ വെട്ടിയെടുക്കുന്ന ചിത്രരൂപങ്ങൾ ചേർന്നതാണ് ടാൻഗ്രാം. അപ്പൊ ഒരു സമചതുരം അതിൽ നിന്ന് നിശ്ചിത രീതിയിൽ വെട്ടിയെടുക്കുന്ന ചിത്രരൂപങ്ങൾ ചേർന്നിട്ട് അത് വെച്ചിട്ട് ഉണ്ടാക്കുന്ന രൂപങ്ങളെയാണ് നമ്മൾ എന്ത് പറയാ, ടാൻഗ്രാം എന്ന് പറയുന്നത്. നോക്കിയേ, അത് എങ്ങനെ വെട്ടിയെടുക്കണം, ഇതുപോലെയാണ് വെട്ടേണ്ടത്. ഒരു സമചതുരത്തിന് ഇങ്ങനെ വെട്ടിയെടുക്കാം നമുക്ക് അല്ലെ. അതില് 5 ത്രികോണങ്ങൾ ഉണ്ടായിരിക്കും. 1, 2, 3, 4, 5 ത്രികോണങ്ങൾ ഉണ്ടായിരിക്കും. ഒരു സമചതുരം ഉണ്ടായിരിക്കും, ഒരു സാമാന്തരികം ഉണ്ടായിരിക്കും. അപ്പൊ 5 ത്രികോണങ്ങളും ഒരു സമചതുരവും ഒരു സാമാന്തരികവും അത് ഒരു സമചതുരത്തിൽ നിന്ന് വെട്ടിയെടുത്തിട്ട് അത് നിശ്ചിത രീതിയിൽ ഇങ്ങനെ മാറ്റി മാറ്റി വെക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന രൂപങ്ങളാണ് നമ്മൾ എന്ത് പറയുന്നത്, ടാൻഗ്രാം എന്ന് പറയുന്നത്. അപ്പൊ മക്കളെ, നമുക്കിനി ചുറ്റളവ് നോക്കാം അല്ലെ. ആകെ വശങ്ങളുടെ നീളമാണ് എന്ത്, ചുറ്റളവ്. ഏതൊരു രൂപത്തിന്റെയും ചുറ്റുമുള്ള അളവാണ് ചുറ്റളവ്. പ്രസ്തുത രൂപത്തിന്റെ വശങ്ങളുടെ അളവുകളുടെ ആകെ തുകയാണിത്. അപ്പൊ നോക്കിയേ, നമുക്ക് ഒരു രൂപം ചതുരം അല്ലെ, ഇവിടെ ഒരു ചതുരം കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഈ ബോർഡ് ആയിക്കോട്ടെ, ഈ ബോർഡിന്റെ ചുറ്റളവ് നോക്കുന്ന പറഞ്ഞാൽ ഇവിടം മുതൽ തുടങ്ങി ഇവിടം വരെ ഒരു വശമായി. എല്ലാ വശവും അളന്നിട്ട് ആ അളവുകളൊക്കെ കൂട്ടി എഴുതുമ്പോൾ കിട്ടുന്നതാണ് നമ്മുടെ എന്ത്, ചുറ്റളവ്. നമുക്ക് ഇതൊരു ചതുരാണ് അല്ലെ. ചതുരത്തിന് നീളം കൂടിയ ഭാഗത്തെ നമ്മൾ നീളം എന്നും നീളം കുറഞ്ഞ ഭാഗത്തെ നമ്മൾ വീതി എന്നാ പറയാം. അപ്പൊ നമുക്ക് ഇവിടെ ഒരു 15 സെന്റിമീറ്റർ നീളം ഉണ്ടെന്ന് വിചാരിക്കാം, ഒരു 8 സെന്റിമീറ്റർ വീതി ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ 15 ആകുമ്പോൾ ഇവിടെയും 15 ആയിരിക്കും. അപ്പം ഇവിടെ 15 സെന്റിമീറ്റർ, ഇവിടെ 8 സെന്റിമീറ്റർ ആയിരിക്കും അല്ലെ. അപ്പം ഇത് 4ഉം പാടെ കൂട്ടുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ, അതിന്റെ ചുറ്റളവ് എന്ന് പറയും. ഈ ചതുരത്തിന്റെ ചുറ്റളവ് എന്തായിരിക്കും, ഈ 4 വശം കൂടി കൂട്ടുമ്പോഴായിരിക്കും. 15 പ്ലസ് 8 പ്ലസ് 15 പ്ലസ് 8 എത്ര ഉണ്ടാകും, 15 15 30, 8 8 16, 30 46 സെന്റിമീറ്റർ ആണ് ഇതിന്റെ ചുറ്റളവ് അല്ലേ. നോക്കി, അതിന് നമുക്ക് എങ്ങനെ എഴുതാം, 15 പ്ലസ് 8 ഇൻറ്റു 2 എന്ന് എഴുതിയാലും ഉത്തരം കിട്ടും. 15 പ്ലസ് 8 എത്രയാ, 23, 23 46 കിട്ടും അല്ലെ. നോക്കിയേ, സമചതുരത്തിന്റെ ചുറ്റളവാണെങ്കിൽ അതിന്റെ 4 വശം തുല്യമായിരിക്കും അല്ലെ. അപ്പൊ ഇവിടെ ഒരു 9 ആണെങ്കിൽ ഇവിടെ 9 ആയിരിക്കും, ഇവിടെ 9 ആയിരിക്കും, ഇവിടെ 9 ആയിരിക്കും. അപ്പം 4 വശത്തിന്റെ ചുറ്റളവാണെങ്കിൽ നമുക്ക് 9 പ്ലസ് 9 പ്ലസ് 9 പ്ലസ് 9 ചെയ്യാം. എത്ര കിട്ടും, 36 കിട്ടും അല്ലേ. അല്ലെങ്കിൽ 9 ഇൻറ്റു 4 ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, മനസ്സിലായോ? ഇനിയിപ്പോ ഒരു ത്രികോണമാണെങ്കിലോ, ത്രികോണത്തിന്റെ ഈ 3 വശവും കൂട്ടിയാൽ കിട്ടുന്ന ഈ ABC, ഈ 3 വശവും പാടെ കൂട്ടിയാൽ കിട്ടുന്നതാണ് എന്ത്, ത്രികോണത്തിന്റെ ചുറ്റളവ് എന്ന് പറയുന്നത്. മക്കൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ആദ്യത്തെ ചാപ്റ്റർ നമുക്കിവിടെ അവസാനിപ്പിക്കാം. ഇനി ബാക്കി വീഡിയോസ് ഒക്കെ വയ്യാലെ വരുന്നതാണ്. അപ്പൊ എല്ലാവരും നമ്മുടെ ചാനലൊന്നും എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇനി എല്ലാ ചാപ്റ്ററിന്റെയും വീഡിയോസും ഈ ചാപ്റ്ററിന്റെ ക്വസ്റ്റ്യൻസും ഒക്കെ നമ്മുടെ ചാനലിൽ ഉണ്ടാവും. അപ്പൊ ഓക്കെ, എല്ലാവർക്കും ബൈ ബൈ.